ഇത് നമ്മുടെ ഇറങ്ങാമ്പലമാണ്. ഇവിടെ നവരാത്രിയുടെ ഉത്സവം നടക്കുമായിരുന്നു. അപ്പം ശ്രീലക്ഷ്മിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് പകരമായിട്ടൊരു കുറച്ച് ദിവസം, ഒരു 5-6 ദിവസത്തെ ഞാനാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. എണ്ണക്കടയിലെ കാര്യങ്ങളും പിന്നെ അല്ലാതെ കൗണ്ടറിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഏതായാലും രാവിലെ വൈകുന്നേരം ഒരു 2-2.5 മണിക്കൂറത്തെ പരിപാടിയേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വന്ന് തുറന്നപ്പോഴത്തേന് നെയ്വിളക്ക് ഒരുക്കിയതൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അകത്തുനിന്ന് വിളക്കൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് തുടച്ച് എല്ലാം റെഡിയാക്കാൻ തുടങ്ങി. ആൾക്കാർ നമ്മൾ തൊഴാൻ വരുമ്പോഴത്തേന് നമ്മളിവിടെ പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒരു വഴിപാടാണ് നെയ്വിളക്ക് കത്തിക്കാൻ. നടയിൽ കൊണ്ടുവന്ന്, ദേവിയുടെ നടയിൽ കൊണ്ടുവന്നിട്ട് വിളക്ക് കത്തിച്ച് വെക്കുക. നെയ്യൊക്കെ ഒഴിച്ച് നമ്മൾ തിരിയെല്ലാം ഇട്ട് സെറ്റാക്കി വെക്കും. അന്നേരം സന്ധ്യ ആകുന്നു. അപ്പം ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പ് ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി നെയ്യും എല്ലാം ഒഴിച്ച് തിരിയെല്ലാം ഇട്ട് വെക്കണമായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ അതിനുള്ള പരിപാടിയൊക്കെ നോക്കിയാണ്. അത്യാവശ്യ കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അമ്പലത്തിൽ ദീപാരാധനയ്ക്കുള്ള സമയമൊക്കെ ആയി. അപ്പോൾ അവിടെയാണെങ്കിൽ എല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് തുടങ്ങി. അവിടെ ധാരാളം വിളക്കുകൾക്ക് ഒരുപാട് നിരത്തി വെച്ചു. എന്തോ പുഷ്പാഞ്ജലി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അന്നേരം അതിനുവേണ്ടി എല്ലാവരും വിളക്ക് കത്തിച്ച് തുടങ്ങി. അപ്പോൾ പിന്നെ എൻ്റെ ജോലി തീർന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാനിവിടെ കൂടി എന്നാൽ വിളക്ക് കത്തിച്ചേക്കാമെന്ന് വിചാരിച്ച് നമ്മളും അത്യാവശ്യം കുറേ വിളക്കൊക്കെ കത്തിച്ചു. കണ്ട് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് രസമാണ് കാണാനല്ലേ. പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ വിളക്ക് കത്തിയിലെല്ലാം കഴിഞ്ഞു. അന്നേരം അവിടെ ദീപാരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദീപാരാധനയുടെ വെടിക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ നമുക്ക് അതിൽ നിൽക്കത്തുള്ളൂ. കാരണം അപ്പോഴത്തേന് ആൾക്കാരെല്ലാം പോവും. പിന്നെ ചേട്ടനും വിളിക്കാൻ വന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനും പെട്ടെന്ന് അടച്ചിട്ട് പോയി. നല്ലൊരു